Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 6th geography chapter 6 major landforms of earth inde part 1 discussion aanu. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ലാൻഡ് ഫോംസ് ഉണ്ട് അല്ലേ. അതായത് മൗണ്ടെയിൻസ് ഉണ്ട്, കുന്നുകളുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ അചലങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റ്യൂസ് ഉണ്ട്, പീഠഭൂമികളുണ്ട്, പ്ലെയിൻസ് അല്ലെങ്കിൽ നിരപ്പായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ എർത്തിലെ മേജർ ലാൻഡ് ഫോംസ് എന്നറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. സോ നമ്മൾ ലാൻഡ് ഫോംസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഫിഗർ 6.1 ബിലോയിൽ കാണുന്നതൊക്കെയാണ് ലാൻഡ് ഫോമിൻ്റെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അതായത് മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, ട്രിബ്യൂട്ടറീസ്, റിവർ, ലേക്ക്, പ്ലെയിൻസ്, പെനിൻസുല, ഡിസ്ട്രിബ്യൂട്ടറി, മൗണ്ടെയിൻ റേഞ്ച്, ബേസിൻ, ഹിൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ലാൻഡ് ഫോംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം നമ്മുടെ ഭൂമിയിലെ ഉപരിതലം എല്ലാ സ്ഥലത്തും ഉപരിതലം അല്ലെങ്കിൽ സർഫസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. ചിലത് ഭയങ്കര റഗ്ഡ് ആയിരിക്കും, അതായത് ചിലത് ഇങ്ങനെ കുന്നുപോലെ നിൽക്കും, അല്ലെങ്കിൽ ചിലത് ചില സമയത്ത് ഫ്ലാറ്റ് ആയിരിക്കും അല്ലേ. These landforms are the result of two processes. You will be amazed to know that the ground you will stand in is only slowly moving. Within the earth, a continuous movement is taking place. The first, or the internal process, leads to the upliftment and sinking of the earth's surface at several places. അതായത് നമ്മുടെ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നത് രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മുടെ എർത്ത് ശരിക്കും സ്ലോലി മൂവ് ചെയ്യാണ്, പക്ഷെ ആക്ച്വലി എർത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ടേക്കിംഗ് പ്ലേസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഫസ്റ്റ് മൂവ്മെൻറ്റിനെ നമുക്ക് ഇൻറ്റേർണൽ പ്രോസസ്സ് എന്ന് പറയാം. ആ ഇൻറ്റേർണൽ പ്രോസസ്സാണ് പിന്നെ അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് സിങ്കിങ് ഓഫ് എർത്ത് സർഫസ് അറ്റ് സെവറൽ പ്ലേസസ്. ഒരുപാട് സ്ഥലത്ത് ഉയർച്ചയും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ താഴ്ചയും, അതായത് അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഉയർച്ച, സിങ്കിങ് എന്ന് പറയുമ്പോൾ താഴ്ചയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാവുന്നതാണ് ഇൻറ്റേർണൽ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്. ദ ഫസ്റ്റ് ഓർ ദി ഇൻറ്റേർണൽ പ്രോസസ് ലീഡ്സ് ടു ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് സിങ്കിങ് ഓഫ് ദി എർത്ത് സർഫസ് അറ്റ് സെവറൽ പ്ലേസസ്. അപ്പോൾ ഈ ഡു യു നോയിൽ പറയാണ്, എ ഹിൽ ഈസ് എ ലാൻഡ് സർഫസ് ദാറ്റ് റൈസസ് ഹയർ ദാൻ ദി സറൗണ്ടിങ് ഏരിയ. ഹിൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, സറൗണ്ടിങ് ഏരിയനെക്കാളും എന്തായിരിക്കും, കുറച്ച് ഹയർ സർഫസ് ഉള്ളതാണ് നമ്മുടെ കുന്നിന്. Generally, a steep hill with an elevation of more than 600 meter is termed as mountain. 600 കൂടുതൽ മീറ്റർ ഉണ്ടെങ്കിൽ, സ്റ്റീപ്നെസ്സും അതുപോലെ തന്നെ ഒരു ഇലവേഷൻ 600 മീറ്ററിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് നമുക്കൊരു മല എന്ന് വിളിക്കാൻ പറ്റില്ല, ഹിൽ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് നമുക്ക് എന്ത് വിളിക്കാം? മൗണ്ടെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ നമ്മൾ ഒരു 8,000 മീറ്ററിൽ കൂടുതലുള്ള ഹൈറ്റുള്ള മൗണ്ടെയിൻസിൻ്റെ നെയിം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ the second or the external process is the continuous wearing down and rebuilding of the land surface. അപ്പോൾ ഇൻറ്റേർണൽ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു അപ്ലിഫ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സിങ്കിങ് ഓഫ് എർത്ത് സർഫസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അല്ലേ. എക്സ്റ്റേണൽ പ്രോസസ്സ് എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റ് എന്തെന്ന് വെച്ചാൽ വിയറിങ് ഡൗൺ ആൻഡ് റീബിൽഡിങ് ഓഫ് ലാൻഡ് സർഫസ്. അതായത് നമ്മുടെ ഈ ഒരു എർത്തിൻ്റെ സർഫസിന് തേയ്മാനം, വിയറിങ് ഡൗണും അതുപോലെ തന്നെ ഒന്നും കൂടി ലാൻഡ് സർഫസ് റീബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ പ്രോസസ്സ് ഉള്ളത്. ദ വിയറിങ് അവേ ഓഫ് ദ എർത്ത് സർഫസ് ഇസ് കോൾഡ് ഇറോഷൻ. എർത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ തേയ്മാനം വരുന്നതിനെയാണ്, അല്ലെങ്കിൽ വിയർ ചെയ്ത് നശിച്ചു പോകുന്നതിനെയാണ് നമുക്ക് ഇറോഷൻ എന്ന് പറയുന്നത്. ദ സർഫസ് ഈസ് ബീങ് ലോവേർഡ് ബൈ ദ പ്രോസസ് ഓഫ് ഇറോഷൻ ആൻഡ് റീബിൽഡ് ബൈ ദ പ്രോസസ് ഓഫ് ഡെപ്പോസിഷൻ. ഇറോഷൻ വഴി സർഫസിൻ്റെ ലെവൽ താഴുകയും ഡെപ്പോസിഷൻ വഴി എന്ത് ചെയ്യും, അത് റീബിൽഡ് ആവുകയും ചെയ്യുന്നു. These two processes are carried out by running water, ice and wind. ഇത് ചെയ്യുന്നത് റണ്ണിങ് വാട്ടർ, ഐസ്, വിൻഡ് ഇവയൊക്കെയാണ് നമ്മുടെ ഡെപ്പോസിഷനും ഇറോഷനും ഒക്കെ കാരണക്കാർ. ബ്രോഡ്ലി വി ക്യാൻ ഗ്രൂപ്പ് ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇലവേഷൻ ആൻഡ് സ്ലോപ്പ് ആസ് മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ് ആൻഡ് പ്ലെയിൻസ്. സോ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിനെ ഇലവേഷനും സ്ലോപ്പും അനുസരിച്ച് നമുക്ക് മൗണ്ടെയിൻസ് ആക്കിയിട്ടും പ്ലാറ്റ്യൂസ് ആക്കിയിട്ടും പ്ലെയിൻസ് ആക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. So moving on to the first landform, mountain. A mountain is any natural elevation of the earth's surface. The mountain may have small summit and a broad base. It is considerably higher than the surrounding area. Some mountains are even higher than the clouds. As you go higher, the climate becomes colder.
സോ മൗണ്ടെയിൻ എന്ന് പർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇലവേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഇലവേഷനാണ് അല്ലെങ്കിൽ കുന്നാണ്. അതെന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ ഒരു ചെറിയ സമ്മിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കൊടുമുടി ആവാം, അല്ലെങ്കിൽ ഒരു ബ്രോഡ് ബേസിലൊരു ചെറിയൊരു കൊടുമുടി ആവാം. ആക്ച്വലി അത് സറൗണ്ടിങ് ഏരിയനേക്കാൾ എപ്പോഴും എന്തായിരിക്കും, ഉയരത്തിലായിരിക്കും, ഹയർ ആയിരിക്കും. ചില മൗണ്ടെയിൻസ് ആവട്ടെ ക്ലൗഡ്സിനെക്കാളും ഹൈറ്റുള്ള മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, മൗണ്ടെയിൻസിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ക്ലൈമറ്റ് എന്തായിരിക്കും, ഭയങ്കര കോൾഡർ ആയിരിക്കും. അതായത് നമുക്കറിയാലോ കുളു മണാലിയൊക്കെ അല്ലേ, അവിടെയൊക്കെ ഭയങ്കര എന്തായിരിക്കും, കോൾഡർ ക്ലൈമറ്റ് ആണ് അല്ലേ. In some mountains there are permanently frozen rivers of ice. These are called glaciers. അതായത് ചില മൗണ്ടെയിൻസിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള ഐസ് ഒഴുകുന്ന, അങ്ങനെ ഐസ് പോലെ ഒഴുകുന്ന റിവർ ഉണ്ട്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഗ്ലേസിയേഴ്സ് എന്ന് വിളിക്കാം. ഗ്ലേഷ്യേഴ്സ്, GLACIERS. Permanently frozen rivers of ice is called glaciers, which is found in some mountains. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ മൗണ്ടെയിൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. അതായത് നമ്മൾ അതെന്താണ് ശരിക്കും, അത് സീൻ്റെ അടിയിലാണ് ശരിക്കും ഉള്ളത്. അതിൻ്റെ ഹാർഷ് ക്ലൈമറ്റ് ആണ് സമയത്ത് മൗണ്ടെയിൻ ഏരിയാസിലിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്ന അവിടുന്ന് മൂവ് ചെയ്തിട്ട് മാറിപ്പോകും. സിൻസ് ദ സ്ലോപ്സ് ആർ സ്റ്റീപ്പ്, ലെസ് ലാൻഡ് ഈസ് അവൈലബിൾ ഫോർ ഫാമിങ്. ഇപ്പോൾ മൗണ്ടെയിൻസിനകത്തുള്ള ഏരിയയിലെ ആൾക്കാരിൽ സ്ലോപ്സ് ഒക്കെ ഭയങ്കര സ്റ്റീപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, നമുക്ക് ഫാമിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. The mountains may be arranged in a line as a range. Many mountain systems consist of a series of parallel ranges extending over hundreds of kilometers. സോ സത്യം പറഞ്ഞാൽ മൗണ്ടെയിൻസ് ഇങ്ങനെ നിരനിരയായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ നമുക്ക് റേഞ്ച് എന്ന് വിളിക്കാം. ഒരുപാട് മൗണ്ടെയിൻസ് ഇങ്ങനെ 100 അല്ലെങ്കിൽ 1000കണക്കിന് കിലോമീറ്ററോളം ഇങ്ങനെ ഓരോ റേഞ്ചസിൽ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിമാലയാസും ആൽപ്സ് മൗണ്ടെയിൻസും ആൻഡീസ് മൗണ്ടെയിൻസ് ഒക്കെ ഏഷ്യ, യൂറോപ്പ്, സൗത്ത് അമേരിക്കയിലെ മൗണ്ടെയിൻസ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. മൗണ്ടെയിൻസ് അതിൻ്റെ ഹൈറ്റിലും അതുപോലെ തന്നെ ഷേപ്പിലും വാരി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു ബ്ലൂ ബോക്സിൽ നമുക്ക് കാണാം, ഡു യു നോ മൗന കീ, അതായത് ഹവായ് ഇൻ ദ പസഫിക് ഓഷ്യൻ ഇസ് എ അണ്ടർ സീ മൗണ്ടെയിൻ. നമ്മൾ പറഞ്ഞു സീയുടെ അടിയിലും മൗണ്ടെയിൻസ് ഉണ്ട്. അതിൻ്റെ പസഫിക് ഓഷ്യനിലുള്ള ഒരു മൗണ്ടെയിൻ എക്സാമ്പിളാണ് മൗന കീ അല്ലെങ്കിൽ ഹവായി എന്ന് പറയും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം മൗണ്ട് എവറസ്റ്റിനേക്കാളും ഒരു ഹൈറ്റ് ഉണ്ട്. അതായത് 10,205 മീറ്റേഴ്സ് ഹൈ ആണ് മൗണ്ട് എവറസ്റ്റിനെക്കാളും നമ്മുടെ ഈ പറയുന്ന ഹവായ് അല്ലെങ്കിൽ മൗന കേദ എന്ന് പറയുന്ന മൗണ്ടെയിന്. There are 3 types of mountains: fault mountains, block mountains and volcanic mountains. 3 തരത്തിലുള്ള പർവ്വതങ്ങളുണ്ട്. ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ട്, ബ്ലോക്ക് മൗണ്ടെയിൻസ് ഉണ്ട്, വോൾക്കാനിക് മൗണ്ടെയിൻസ് ഉണ്ട്. നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻസും ആൽപ്സ് മൗണ്ടെയിൻസും ഒക്കെ യങ് ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. അതിന് ഒരു റഗ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പൊന്തി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ കോണിക്കൽ ആയിട്ടുള്ള പീക്കുകൾ, ചെറിയ കൊടുമുടികളാണ് അതിനകത്തുള്ളത്. ഇനി ആരവല്ലി റേഞ്ച് ആവട്ടെ ഓൾഡസ്റ്റ് ഫോൾഡ് ആയിട്ടുള്ള മൗണ്ടെയിൻ ആണ്. അപ്പോൾ ഫോൾഡ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഫോൾഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇപ്പോൾ ഈ കണ്ടില്ലേ ഈ ഒരു ഫിഗർ 6.2 മുകളിലൊരു കുട്ടി ഇങ്ങനെ ബുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ പേപ്പർ ഇങ്ങനെ വെച്ചത് കണ്ടോ, ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, ഫോൾഡ് എന്ന് വിളിക്കാൻ പറ്റുക. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. സോ നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻസും ആൽപ്സിനും ഒക്കെ എന്തുണ്ട്, റഗ്ഡ് റിലീഫ് ആൻഡ് ഹൈ കോണിക്കൽ പീക്സ് ആണുള്ളത്. ആരവല്ലി റേഞ്ചിനാവട്ടെ ഒരു ഓൾഡസ്റ്റ് ഫൗണ്ട് ഹിമാലയൻ സിസ്റ്റം ഇൻ ദ വേൾഡ് ആണ് നമ്മുടെ ആരവല്ലി റേഞ്ച് ഓഫ് മൗണ്ടെയിൻസ്. ഈ റേഞ്ച് ഹാസ് കൺസിഡറബിളി വോൺ ഡൗൺ ഡ്യൂ ടു പ്രോസസ് ഓഫ് ഇറോഷൻ. അപ്പോൾ ഈ നിരകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറോഷനിലെ, അതായത് വിയറിങ് അവേ ഓഫ് ദ സർഫസിനാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. അത് കാരണം എന്തായി, അത് വേൺ ഔട്ട് ആയിട്ടുണ്ടാവും, നശിച്ചു പോയിട്ടുണ്ടാകും. ദി Appalachians in the North Americans and the Ural Mountains in the Russia have rounded features and low elevation. നമ്മുടെ അപ്ലാക്കിയൻസ് ഇൻ നോർത്ത് അമേരിക്കയും യുറൽ മൗണ്ടെയിൻസ് ഇൻ റഷ്യക്കൊക്കെ ഫീച്ചേഴ്സ് റൗണ്ടഡ് ഫീച്ചേഴ്സ് ആണ്, സ്റ്റീപ്പ് ഫീച്ചേഴ്സ് അല്ല. അതിന് ഇലവേഷനൊക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. ദേ ആർ വെരി ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലേ, പണ്ട് കാലത്തുള്ളൊരു ഫോൾഡഡ് മൗണ്ടെയിൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ അപ്ലാഷിയാസ് ഇൻ നോർത്ത് അമേരിക്കാസും അതുപോലെ തന്നെ യുറൽ മൗണ്ടെയിൻസ് ഇൻ റഷ്യയും. സോ മൂവിങ് ഓൺ ടു ദ ബ്ലോക്ക് മൗണ്ടെയിൻസ്. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻസിന് 3 കാര്യങ്ങൾ പറഞ്ഞു. ഫോൾഡ് മൗണ്ടെയിൻസ് എക്സാമ്പിൾ പറഞ്ഞു, ഹിമാലയൻസ്, ആൽപ്സ് മൗണ്ടെയിൻസ്, ആരവല്ലി റേഞ്ച്, അപ്ലാക്കിയൻസ്, യുറൽ മൗണ്ടെയിൻസ് ഒക്കെ എന്താണ്, ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. മൂവിങ് ഓൺ ടു ദ ബ്ലോക്ക് മൗണ്ടെയിൻസ്. ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് പറയുമ്പോൾ
വലിയ വലിയ ഏരിയാസ് ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് അല്ലെങ്കിൽ മുറിഞ്ഞു വീണിട്ട് എന്നിട്ട് അവർ വേർട്ടിക്കലി നീളത്തിൽ ഡിസ്പ്ലേസ് ആവുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. അതായത് അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള അതിൽ ഉയർന്നു നിൽക്കുന്ന ബ്ലോക്കുകളെ നമുക്ക് ഹോഴ്സ്റ്റ് HORSTS എന്ന് വിളിക്കാൻ പറ്റും. ലോവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ബ്ലോക്കിനെ നമുക്ക് ഗ്രേബൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. 6.3 നമ്മുടെ ബ്ലോക്ക് മൗണ്ടെയിൻ്റെ എക്സാമ്പിൾ. വൺസ് അഗെയിൻ ഞാൻ പറയാണ്, ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് വലിയ വലിയ ഏരിയാസ് എന്ത് ചെയ്യും? വേർട്ടിക്കലി ബ്രോക്കൺ ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനാണ് നമുക്ക് ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് പറയാം. അപ്പോൾ വേർട്ടിക്കലി ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലൊരു ഉയർന്ന പോർഷൻ ഉണ്ടാവും, അതിനൊരു ലോവർ ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവും. ഉയർന്ന പോർഷനെ നമുക്ക് ഹോഴ്സ്റ്റ് എന്നും ലോവർ ചെയ്ത് നിൽക്കുന്ന ബ്ലോക്ക്സ് നമുക്ക് ഗ്രേബൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. The Rhine Valley and the Vosges Mountain in Europe are examples of such mountain system. നമ്മുടെ റൈൻ വാലിയും വോസ്കസ് മൗണ്ടെയിനും യൂറോപ്പിൽ കാണുന്ന അവർ ഈ പറയുന്ന നമ്മുടെ ബ്ലോക്ക് മൗണ്ടെയിൻസിൻ്റെ എക്സാമ്പിളാണ്. അത് നമുക്ക് മാപ്പിനകത്ത് ലൊക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി ഫോൾഡ് മൗണ്ടെയിൻ പഠിച്ചു, ബ്ലോക്ക് മൗണ്ടെയിൻ പഠിച്ചു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മൗണ്ടെയിൻ, ദാറ്റ് ഈസ് ദ വോൾക്കാനിക് മൗണ്ടെയിൻസ്. വോൾക്കാനിക് മൗണ്ടെയിൻസ് ആർ ഫോംഡ് ഡ്യൂ ടു വോൾക്കാനിക് ആക്ടിവിറ്റി. അഗ്നിപർവ്വതത്തിൻ്റെ ഒരു റിയാക്ഷന് കാരണമൊക്കെയാണ് നമ്മുടെ വോൾക്കാനിക് മൗണ്ടെയിൻസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കിളിമഞ്ചാരോ ഇൻ ആഫ്രിക്കയിൽ കാണുന്ന കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഒരു മൗണ്ടെയിനാണ് എൻ്റെ എക്സാമ്പിൾ. അതുപോലെ തന്നെ മൗണ്ട് ഫുജിയാമ ഇൻ ജപ്പാൻ ആർ എക്സാമ്പിൾസ് ഓഫ് വോൾക്കാനിക് മൗണ്ടെയിൻസ്. സോ മൗണ്ടെയിൻസ് ആർ വെരി യൂസ്ഫുൾ. അപ്പോൾ നമ്മൾ ഫോൾഡ് മൗണ്ടെയിൻസ് പഠിച്ചു, ബ്ലോക്ക് മൗണ്ടെയിൻസ് പഠിച്ചു, വോൾക്കാനിക് മൗണ്ടെയിൻസ് പഠിച്ചു. വോൾക്കാനിക് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് അഗ്നിപർവ്വതത്തിനോട് അനുബന്ധമായിട്ടുള്ള മൗണ്ടെയിൻസ് ആണ്. എക്സാമ്പിൾ മൗണ്ട് കിളിമഞ്ചാരോ ആസ് വെൽ ആസ് മൗണ്ട് ഫുജിയാമ. അപ്പോൾ മൗണ്ടെയിൻസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലേ. മൗണ്ടെയിൻസ് ഒക്കെ പറയുന്നത് വെള്ളത്തിൻ്റെ സ്റ്റോർ ഹൗസ് ആണ്. മെനി റിവേഴ്സ് ഹാവ് ദെയർ സോഴ്സസ് ഇൻ ഗ്ലേഷ്യേഴ്സ് ഇൻ ദ മൗണ്ടെയിൻസ്. അപ്പോൾ ഒരുപാട് റിവേഴ്സിന് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മൗണ്ടെയിൻസിനകത്തുള്ള ഫ്രോസൺ ഐസ്ഡ് ആയിട്ടുള്ള റിവറാണ്. അതിന് നമുക്ക് ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുന്നു. അതാണ് ഒരു സോഴ്സ് ആയിട്ട് ഒരുപാട് റിവേഴ്സിൻ്റെ ആയിട്ട് കാണുന്നത്. റിസർവോയേഴ്സ് ആർ മെയ്ഡ് ആൻഡ് ദ വാട്ടർ ഈസ് ഹാർനസ്ഡ് ഫോർ ദ യൂസ് ഓഫ് പീപ്പിൾ. അതായത് നമ്മൾ റിസർവോയേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ മീൻസ് കൂടുതലും ഹാർനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. വാട്ടർ ഫ്രം ദ മൗണ്ടെയിൻസ് ഇസ് യൂസ്ഡ് ഫോർ ദ ഇറിഗേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇറിഗേഷനും നനയ്ക്കാനും അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനൊക്കെയാണ് മൗണ്ടെയിൻസിനകത്തുള്ള വെള്ളം യൂസ് ചെയ്യുന്നത്. ദ റിവർ വാലീസ് ആൻഡ് ടെറസസ് ആർ ഐഡിയൽ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്. അപ്പോൾ റിവർ വാലീസും ടെറസസൊക്കെ ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ്. മൗണ്ടെയിൻസ് ഹാവ് റിച്ച് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. ദ ഫോറസ്റ്റ് പ്രൊവൈഡ് ഫ്യൂവൽ, ഫോൾഡർ, ഷെൽട്ടർ ആൻഡ് അതർ പ്രൊഡക്ട്സ് ലൈക്ക് ഗംസ്, റേസിൻസ് എക്സെട്ര. അതായത് ഇതൊക്കെയാണ് നമുക്ക് ഫോറസ്റ്റിനകത്ത് കിട്ടുന്നത്. മൗണ്ടെയിൻസ് ഒക്കെ ഒരു ഐഡിയലിറ്റിക് സൈറ്റാണ്, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ടൂറിസ്റ്റുകൾക്ക്. അപ്പോൾ അവർ അതിൻ്റെ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ടും പാരാഗ്ലൈഡിങ്ങും ഹാങ് ഗ്ലൈഡിങ്ങും റിവർ റാഫ്റ്റിങ്ങും സ്കേറ്റിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗണ്ടെയിൻസിൽ കൂടുതലും വരാറ്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ മൗണ്ടെയിൻസിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഹിമാലയാസിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ചില ഇങ്ങനത്തെ സ്പോട്ട്സൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കറിയാം കുളു മണാലിക്ക് എക്സാമ്പിളായിട്ട് വരും. അപ്പോൾ അവിടെ എല്ലാ പാരാഗ്ലൈഡിങ്ങും ഹാങ് ഗ്ലൈഡിങ്ങും ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില പ്ലേസസ് വേറെ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്ലാറ്റൂസിനെ പറ്റി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്.